3 മണിക്കൂർ 20 മിനിറ്റ് റൺ ടൈം ഉള്ള ഒരു സിനിമ ഇന്ന് കണ്ടു. ദ ബ്രൂട്ടലിസ്റ്റ് സ്റ്റാറിംഗ് ഏഡ്രിയൻ ബ്രോഡി. 2005 കിങ് കോങ് എന്ന സിനിമയിലെ നടനായിരുന്നു. ഗംഭീര അഭിനയം. ലാസ്ലോ ടോത്ത് എന്ന ക്യാരക്ടറിനെ വളരെ വളരെ ഇന്റൻസ് ആയിട്ട് തന്നെ ഏഡ്രിയൻ ബ്രോഡി അഭിനയിച്ചിട്ടുണ്ട്. ഏഡ്രിയൻ ബ്രോഡി അല്ലാണ്ട് ഇതിൽ കുറെ വണ്ടർഫുൾ പെർഫോമൻസ് ഉണ്ട്. ഫെലിസിറ്റി ജോൺസ്, ഗായ് പിയേഴ്സ്, ജോ ആൽവിൻ, ഇവരൊക്കെ റെസ്പെക്ടഡ് റോൾസിൽ വളരെ നന്നായി തന്നെ അഭിനയിച്ചിട്ടുണ്ട്. റെസ്റ്റ് ഓഫ് ദ കാസ്റ്റും നന്നായിരുന്നു. ഈ ലാസ്ലോ ടോത്ത് എന്ന ക്യാരക്ടർ ഒരു ആർക്കിടെക്ട് ആണ്. സോ ഈ ഒരു ക്യാരക്ടറിന്റെ ഒരു ഫിക്ടീഷ്യസ് ബയോഗ്രഫിയാണ്. 1960 യൂസ് ചെയ്ത ഒരു ക്യാമറ, വിസ്റ്റ വിഷൻ എന്ന ക്യാമറയാണ് സിനിമയിൽ യൂസ് ചെയ്തത് കുറെ വർഷങ്ങൾക്ക് ശേഷം. അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അല്ലാണ്ട് ഇന്റർമിഷൻ എന്ന സംഭവം ഈ ഹോളിവുഡിൽ, യുഎസിൽ അവിടെ ഒന്നും ഇല്ലായിരുന്നു. അതും ഈ ഒരു സിനിമയുടെ തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. സോ എന്റെ അനിയൻ പറഞ്ഞു ഐമാക്സിൽ കണ്ട ഒരു അടിപൊളി ഗംഭീര എക്സ്പീരിയൻസ് ആയിരിക്കുന്നു. സോ ഐമാക്സിൽ കണ്ടു. വേർത്തി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലൊരു എപ്പിക് വിഷ്വൽ ഫീൽ കിട്ടി. ആ ഒരു ക്ലാസിക് അറ്റ്മോസ്ഫിയർ നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് അബ്സർവ് ചെയ്ത് കാണാൻ പറ്റി. ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് ഇമ്പാക്ട് നല്ലോണം ഫീൽ ചെയ്തു. സോ ഐമാക്സിൽ കണ്ടത് അടിപൊളി ഗംഭീര എക്സ്പീരിയൻസ് അല്ലെങ്കിൽ പോലും ഇറ്റ് വാസ് വേർത്തി. പക്ഷെ അപ്പോഴും ഈ 3 മണിക്കൂർ 30 മിനിറ്റ് റൺ ടൈം കുറച്ച് കൂടി പോയ പോലെ തന്നെയാണ് തോന്നിയത്. എഡിറ്ററിനെ കുറച്ചെങ്കിലും വെട്ടി കുറയ്ക്കായിരുന്നു. ബട്ട് ഇറ്റ് വാസ് എ ഡീസന്റ് ഗുഡ് വാച്ച്.